എല്ലാവർക്കും നമസ്കാരം. എജ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th തേർഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയതൊക്കെയായിരുന്നു എന്താണ് രാസപ്രവർത്തന വേഗതയെന്നും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത്. അതിൽ ഫസ്റ്റ് ഒരു ഫാക്ടർ നമ്മൾ പഠിച്ചായിരുന്നു, ദാറ്റ് ഈസ് നേച്ചർ ഓഫ് ദി റിയാക്റ്റൻ, അഭികാരകത്തിൻ്റെ സ്വഭാവം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറായ കോൺസെൻട്രേഷനെ കുറിച്ചാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ എന്താണ് ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം എന്താണ് ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ? ഒരു സബ്സ്റ്റൻസിൻ്റെ ഗാഢത, ഒരു പദാർത്ഥത്തിൻ്റെ ഗാഢത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനൊരു കുഞ്ഞ് എക്സാമ്പിൾ എടുക്കാം. രണ്ട് ബീക്കറുകൾ അല്ലെങ്കിൽ രണ്ട് ബീക്കറുകൾ എടുത്തിട്ട് ആ രണ്ട് ബീക്കേഴ്സിൽ ഒരു 100 ml വീതം വാട്ടർ എടുക്കുകയാണ്, 100 ml വീതം വെള്ളം എടുക്കുകയാണ്. രണ്ട് ബീക്കറിൽ 100 ml വീതം വാട്ടർ എടുക്കുന്നു. ഈ 100 ml വെള്ളത്തിൽ ഫസ്റ്റ് ബീക്കറിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നു. 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് ബീക്കറിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗർ ഇടുന്നു. ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഷുഗർ ഇടുന്നു. രണ്ടാമത്തേൽ ഞാൻ 2 ടീസ്പൂൺ ഷുഗർ ഇടുന്നു. 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് ബീക്കറിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗർ ഇടുന്നു. രണ്ടാമത്തെ ബീക്കറിനകത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്തെടുക്കാൻ പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ബീക്കേഴ്സ് ഉണ്ട്. 2 ബീക്കേഴ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് 100 ml ഓഫ് വാട്ടർ ആണ്, 100 ml വെള്ളം വീതമാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തേൽ ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്തു. രണ്ടാമത്തെ ഞാൻ 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എവിടെയായിരിക്കും ഇവിടെ മധുരരുചി, സ്വീറ്റ്നെസ് കൂടുതൽ ഏത് ബീക്കറിലായിരിക്കും? ഫസ്റ്റിലായിരിക്കും, സെക്കൻഡിലായിരിക്കും സ്വീറ്റ്നെസ് കൂടുതൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ബീക്കർ ഉണ്ട്, 2 ബീക്കറിലും ഈക്വൽ ക്വാണ്ടിറ്റി വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റിൽ ഞാൻ 1 ടീസ്പൂൺ ഷുഗർ, രണ്ടാമത്തെ ഞാൻ 2 ടീസ്പൂൺ ഷുഗർ. അപ്പോൾ ഏതിലായിരിക്കും മധുരരുചി അല്ലെങ്കിൽ സ്വീറ്റ്നെസ് കൂടുതലെന്ന് പറയുന്നത്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം അല്ലേ, രണ്ടിടത്തും ഒരേ അളവിലാണ് വെള്ളമുള്ളത്. അപ്പോൾ സെക്കൻഡ് ബീക്കറിനകത്തുള്ള പ്രത്യേകത 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് മധുരരുചി കൂടുതൽ എവിടെയായിരിക്കും? രണ്ടാമത്തെ ബീക്കറിലായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ 1 ടീസ്പൂൺ ഷുഗറിൻ്റെ മോളിക്യൂൾസിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഷുഗർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 2 ടീസ്പൂൺ ഷുഗർ ആണെങ്കിലോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ആ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതിലായിരിക്കും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടുതൽ എന്ന് പറയുന്നത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഏതായിരിക്കും? ഫസ്റ്റ് ബീക്കറിലായിരിക്കും, സെക്കൻഡ് ബീക്കറിൽ സൊല്യൂഷൻ ആയിരിക്കും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സെക്കൻഡ് ബീക്കറിലായിരിക്കും. കാരണം വെൻ യു ടേക്ക് യൂണിറ്റ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ, നമ്മൾ ഈ രണ്ടിൻ്റെയും യൂണിറ്റ് വോളിയം മാത്രം, ഒരു യൂണിറ്റ് വ്യാപ്തം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഒരു യൂണിറ്റ് വ്യാപ്തം സൊല്യൂഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഈസ് ഹൈ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ബീക്കർ. ഇപ്പോൾ രണ്ടാമത്തെ ബീക്കറിലിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച്, സൊല്യൂഷനെ സംബന്ധിച്ച് അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് അതായിരിക്കും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ്. അതിനകത്ത് ലയിച്ചിരിക്കുന്ന ലീനത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും, കുറവാണെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. എനിവേ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ മീൻസ് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥം എടുക്കുമ്പോൾ ആ പദാർത്ഥത്തിൻ്റെ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണമാണ്. As the number of molecules increases, concentration increases. As the number of molecules decreases, concentration decreases. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗാഢത എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ലായനിയെ സംബന്ധിച്ച് ഗാഢത പറയുകയാണെങ്കിൽ അത് അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന ലീനത്തിൻ്റെ അളവ്, സൊല്യൂട്ടിൻ്റെ അളവായിരിക്കും. സിമ്പിൾ ആയിട്ടൊരു സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് വോളിയം. ഒരു നിശ്ചിത വ്യാപ്തം, ഒരു യൂണിറ്റ് വ്യാപ്തത്തിനകത്തിൽ ഉള്ള തന്മാത്രകളുടെ എണ്ണമാണ് അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. ആസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്, കോൺസെൻട്രേഷൻ ഓൾസോ ഇൻക്രീസസ്. മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഗാഢത എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ഗാഢത രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു, എന്താണ് ഗാഢത എന്ന് പറഞ്ഞു. ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ
ഉള്ള തന്മാത്രകളുടെ എണ്ണമാണ് അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. തന്മാത്രകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഗാഢത എന്ത് ചെയ്യുന്നു? കൂടുന്നു. തന്മാത്രകളുടെ എണ്ണം കുറവാണെങ്കിൽ ഗാഢത കുറയുന്നത്. ഞാനൊരു കേസും പറഞ്ഞു, ഒരു സൊല്യൂഷൻ ലായനിയുടെ കേസും പറഞ്ഞായിരുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗാഢത രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയാൻ പോകുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഒരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. കോൺസെൻട്രേഷനും ഗാഢതയും രാസപ്രവർത്തന വേഗതയും തമ്മിലുള്ള ബന്ധവും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 2 ബോയിലിംഗ് ട്യൂബ്സ് എടുക്കുന്നു. 2 ബോയിലിംഗ് ട്യൂബുകൾ എടുക്കുകയാണ്. സോ ഇൻ ഫസ്റ്റ് ബോയിലിംഗ് ട്യൂബ് ടേക്ക് 10 ml dilute hydrochloric acid. In second boiling tube take 10 ml concentrated hydrochloric acid. ഇപ്പോൾ 2 ബോയിലിംഗ് ട്യൂബ്സ് ഉണ്ട്. 2 ബോയിലിംഗ് ട്യൂബിൽ ഒരേ അളവിൽ, ഒന്നിൽ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ബോയിലിംഗ് ട്യൂബിനകത്ത് എടുത്തത് ഡൈലൂട്ട് HCl-ഉം സെക്കൻഡ് ബോയിലിംഗ് ട്യൂബിനകത്ത് എടുത്തത് കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. ഇൻ ബോത്ത് ദി ബോയിലിംഗ് ട്യൂബ്സ് ആഡ് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് magnesium ribbons. Equal quantity means equal size, ഒരേ സൈസിലും ഒരേ ഷേപ്പിലും ഒരേ തൂക്കത്തിലുമുള്ള 2 magnesium റിബൺസിനെ ഞാൻ 2 ബോയിലിംഗ് ട്യൂബിലും ഇടുകയാണ്. 2 ബോയിലിംഗ് ട്യൂബിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഒരേ വലുപ്പത്തിലുള്ള 2 magnesium റിബൺസ് ഇടുകയാണ്. ആൻഡ് നോട്ട് ദി ഒബ്സർവേഷൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ as a result of chemical reaction magnesium chloride and hydrogen gas is produced there. അപ്പോൾ മാഗ്നീഷ്യം സാധാരണഗതിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. എങ്ങനെ മനസ്സിലാക്കുക ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത്? സോ വെൻ യു ലുക്ക് അറ്റ് ദ ബോയിലിംഗ് ട്യൂബ് യു ക്യാൻ സീ ബബിൾസ് ആർ ഫോംഡ്. ദാറ്റ് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ നിങ്ങൾ ആ ബോയിലിംഗ് ട്യൂബിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ബബിൾസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അതെന്തിനെ കാണിക്കും? ആ ഹൈഡ്രജൻ ഗ്യാസിന്റെ എവല്യൂഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിനകത്തേക്ക് നമ്മൾ മാഗ്നീഷ്യം റിബൺസ് എടുത്തിട്ടുണ്ട്. എവിടെയാണ് കൂടുതൽ ബബിൾസ് ഉണ്ടാകുന്നത് നോക്കുക. യു ക്യാൻ സീ ദ ബോയിലിംഗ് ട്യൂബ് ഇൻ വിച്ച് കോൺസെൻട്രേറ്റഡ് HCl is taken, the bubbles formed more. അപ്പോൾ കൂടുതൽ ബബിൾസ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? അവിടെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിൽ വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ ബബിൾസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഡൈലൂട്ട് HCl ബബിൾസ് ഉണ്ടാകുന്നില്ല എന്നല്ല, കുറച്ചുകൂടെ സ്ലോയിൽ കുറച്ച് ബബിൾസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ദാറ്റ് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഏത് ബോയിലിംഗ് ട്യൂബിനകത്താണ് രാസപ്രവർത്തനം കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നത്? ദ ബോയിലിംഗ് ട്യൂബ് ഇൻ വിച്ച് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ടേക്കൺ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ആസ് ദ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഗാഢത എന്ന് പറയുന്നത് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് മാത്രമല്ല, ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന വേഗതയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഗാഢത എന്ന് പറയുന്നത്. ആസ് ദ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. ഗാഢത കൂടുകയാണെങ്കിൽ രാസപ്രവർത്തന വേഗതയും കൂടും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം മനസ്സിലായല്ലോ. 2 ബോയിലിംഗ് ട്യൂബുകളുണ്ട്. 2 ബോയിലിംഗ് ട്യൂബിൽ ഒന്നിൽ നമ്മൾ ഡൈലൂട്ട് HCl എടുക്കുന്നു, രണ്ടാമത്തിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. 2ലും ഒരേ വലിപ്പത്തിലുള്ള 2 മാഗ്നീഷ്യം റിബണുകൾ ഇട്ടു. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ കാണാൻ പറ്റിയത്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിൽ, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടന്ന് ഒരുപാട് ബബിൾസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിലാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടന്നത്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. കോൺസെൻട്രേഷൻ ഈസ് എ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഗാഢത എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന വേഗതയും റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി നമ്മൾ പറയാൻ എന്തുകൊണ്ട് കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ഇറ്റ് ഈസ് മോർ. ഓക്കെ, നമുക്കറിയാം. അതായത് ഒരു യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ ആ യൂണിറ്റ് വോളിയത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുമ്പോൾ അതിനകത്തുള്ള HCl മോളിക്യൂൾസിന്റെ എണ്ണം, HCl മോളിക്യൂൾസ് നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്തുള്ള HCl മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. Okay, as the concentration increases, the number of molecules present in the unit volume also increases. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഗാഢത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു.
കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിനകത്തുള്ള HCl തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. HCl തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് പഠിച്ചായിരുന്നു, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി കൊളിഷൻസ് നടക്കുന്നത്, കൂട്ടിയിടികൾ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആ രാസപ്രവർത്തനം നടക്കുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം എന്താണ്? കൂടുതലാണ്. രണ്ടും നമ്മൾ യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ അവിടെയുള്ള യൂണിറ്റ് വ്യാപ്തത്തിനകത്ത് തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും? ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെ യൂണിറ്റ് വ്യാപ്തത്തിൽ തന്മാത്രകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് എന്ത് നടക്കാം? കൊളിഷൻസ്, നമ്പർ ഓഫ് കൊളിഷൻസ് ഹൈ ആയിരിക്കും. ഓക്കെ, കൊളിഷൻസിൻ്റെ എണ്ണം, റേറ്റ് ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. അതായത് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഈസ് ഓൾസോ ഹൈ. സോ ദ കൊളിഷൻസ് ബിറ്റ്വീൻ മോളിക്യൂൾ ഈസ് ഓൾസോ ബിക്കം ഹൈ. ആ മോളിക്യൂൾസ്, റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻസിൻ്റെ എണ്ണം, കൂട്ടിയിടികളുടെ എണ്ണം എന്ത് ചെയ്യാം? കൂടാം. അങ്ങനെ കൂട്ടിയിടികളുടെ എണ്ണം കൂടുമ്പോൾ എഫക്റ്റീവ് കൊളിഷൻസിൻ്റെ എണ്ണവും ഇൻക്രീസ് ചെയ്യാം. ആസ് എ റിസൾട്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ്. As the concentration increases, the number of molecules present in the unit volume increases. That will increases the collisions between the reactant molecules, and it will increases the number of effective collisions and leads to the formation of product. അപ്പോൾ എന്താ പറഞ്ഞത്? ഗാഢത കൂടുമ്പോൾ യൂണിറ്റ് വ്യാപ്തിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്മാത്ര തമ്മിലുള്ള കൂട്ടിയിടികളുടെ എണ്ണം കൂടുന്നു. കൂട്ടിയിടികളുടെ എണ്ണം കൂടുന്ന ഫലവത്തായ കൊളിഷൻസിൻ്റെ എണ്ണം കൂടുന്നു. കൂട്ടിയിടികളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് രാസപ്രവർത്തന വേഗതയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അക്കോർഡിംഗ് ടു കൊളിഷൻ തിയറി. As the concentration increases, the number of molecules present in the unit volume increases. That will increases the number of effective collisions, and that will increases the rate of the chemical reaction. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗാഢത കൂടുമ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായിട്ട് ഫലവത്തായ കൊളിഷനുകളുടെ, കൂട്ടിയിടികളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തന വേഗത കൂടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഗാഢത രാസപ്രവർത്തന വേഗതയെ സ്വാധീനിച്ചെന്ന് മനസ്സിലായോ? അപ്പോൾ ഗാഢത എന്ന് പറയുന്നത് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഗാഢത കൂട്ടുകയാണെങ്കിൽ രാസപ്രവർത്തന വേഗതയും കൂടും. എങ്ങനെ മനസ്സിലായി? റിയാക്ഷൻ ഇതാണ്, മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിലുള്ള റിയാക്ഷൻ. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. അവിടെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുമ്പോൾ എഫക്റ്റീവായിട്ട് കൊളിഷൻസ് നടന്ന് കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. മനസ്സിലായല്ലോ പറഞ്ഞത്? സോ the second factor which affects the rate of a chemical reaction is concentration. ഓക്കെ, അപ്പോൾ ഗാഢത എന്ന് പറയുന്ന രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ അടുത്തൊരു ഫാക്ടറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ്. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ്. ഓക്കെ, ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് നോക്കാം. അത് കുഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ ഫയർവുഡ്സ്, വിറക് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. വലിയ അത് നമ്മൾ തീ കത്തിക്കാനായിട്ട്, ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് വിറക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ വിറകിനെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു മരം മുറിച്ചെടുത്ത് അതുപോലെ കൊണ്ട് നമ്മൾ അടുപ്പിലോട്ട് അത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റുന്നത്? എന്തിനാണ് ചെറിയ പീസുകളാക്കി മാറ്റിയിട്ട്, ഫയർവുഡ്സിൻ്റെ ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കറിയാം, ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അത് കത്തിക്കാൻ പറ്റും. കുറച്ചുകൂടി വേഗത്തിൽ അത് കത്തിപ്പിടിക്കും. ഈസി ആയിട്ട് നമുക്ക് കത്തിച്ചെടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സോളിഡ് സബ്സ്റ്റൻസിനെ ചെറിയ പീസുകളാക്കി മാറ്റുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ആ റിയാക്ഷൻ ചെയ്യാൻ പറ്റും, വേഗത്തിൽ ചെയ്യാൻ പറ്റും, അല്ലേ? അങ്ങനെയല്ലേ? പറഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ഫിസിക്കൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷനാണ്, രാസപ്രവർത്തനമാണ്. എങ്ങനെ നമ്മൾ വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ വേഗത്തിൽ അത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം എന്ന് പറയുന്നത് കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ റിയാക്ഷൻ കുറച്ചുകൂടെ വേഗത്തിലാകും. അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്? നിങ്ങൾ മറ്റൊരു പ്രവർത്തനം, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ, വേറൊരു കെമിക്കൽ റിയാക്ഷൻ, സർഫസ് ഏരിയ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ബീക്കറുകൾ എടുക്കുകയാണ്. 2 ബീക്കറുകളുണ്ട്. 2 ബീക്കറുകളിൽ ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 100 ml ആണെങ്കിൽ രണ്ടിലും 100 ml വീതം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ 2 ബീക്കേഴ്സ് ഉണ്ട്. 2 ബീക്കറിലും
100 ml dilute hydrochloric acid എടുക്കുക. 2 beakers in these 2 beakers take equal quantity of 100 ml dilute hydrochloric acid. രണ്ടിലും ഒരേ അളവിൽ ഒരേ മോളാർ കോൺസെൻട്രേഷനിലുള്ള ഒരേ മോളാർ ഗാഢതയിലുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണ്. ഇൻ ഫസ്റ്റ് ബീക്കർ ആഡ് എ മാർബിൾ പീസ് ഇൻറ്റു ഇറ്റ്. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിനകത്ത് ഞാൻ ചെയ്യുന്നത് ഒരു മാർബിൾ പീസിനെ അതുപോലെ, ഒരു മാർബിൾ പീസ് ഉണ്ട്, ആ മാർബിൾ പീസിനെ അതുപോലെ കിട്ടും, ഒരു മാർബിൾ പീസാണ്. ഇനി രണ്ടാമത്തെ ബീക്കറിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത മാർബിൾ പീസിനെ, ഇതൊരു മാർബിൾ പീസാണെങ്കിൽ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ചെറിയ കുഞ്ഞിങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ചെറിയ കഷ്ണം മാർബിൾ പീസിൻ്റെ ഒരേ വലുപ്പത്തിലുള്ള മാർബിൾ പീസാണ് അതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടിലും ഒരേ അളവിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബീക്കറിനകത്തേക്ക് ഒരു മാർബിൾ പീസ് ആഡ് ചെയ്തു. രണ്ടാമത്തേൽ ആ മാർബിൾ പീസിനെ അതേ വലുപ്പത്തിലോ അതേപോലുള്ള സെയിം ആയിട്ടുള്ളൊരു ഒരേ മാസമുള്ളൊരു മാർബിൾ പീസിനെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് എവിടെയാണ് റിയാക്ഷൻ വേഗത്തിൽ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം മാർബിൾ പീസ് എന്ന് പറയുന്നത് കെമിക്കലി ദാറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കും നമുക്കറിയാം. റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കാൽസ്യം ക്ലോറൈഡ്, വാട്ടർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്നിവയുണ്ടാവും. എനിവേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുമിളകൾ ഉണ്ടാകുന്നത്, ബബിൾസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ബീക്കറിനകത്ത് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ബബിളുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയാണ് ബബിൾസ് കൂടുതൽ ഉണ്ടായെന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാർബിളിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിൽ ബബിൾസ് വളരെ ഫാസ്റ്റായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ബബിൾസ് കൂടുതൽ ഉണ്ടായത് എവിടെയാണ്? മാർബിളിനെ ചെറിയ പീസുകളാക്കി മാറ്റിയതിലാണ് ചെയ്യുന്നത് ബബിൾസ് കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വെൻ എ സോളിഡ് സബ്സ്റ്റൻസ് ഈസ് കട്ട് ഇൻ ടു സ്മോൾ പീസസ് ഓർ പൗഡേർഡ്, അതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയോ അതുപോലെ തന്നെ ഒരു ഖരപദാർത്ഥത്തെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയോ അതുപോലെ പൊടിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടെ വേഗത്തിൽ പ്രവർത്തനം നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ വെൻ എ സോളിഡ് പീസ് ഈസ് കട്ട് ഇൻ ടു സ്മോൾ പീസസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ ഇൻക്രീസസ്. അതിൻ്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ ഈ പീസുകളെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ സർഫസ് ഏരിയ, ആ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് ഒരേ സമയം കൊളിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മാർബിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മോളിക്യൂൾസ് ഒന്ന് കൊളൈഡ് ചെയ്യുന്നത് ഇത്രയും ഭാഗത്തായിരിക്കും അല്ലേ. എന്നാൽ നമ്മളതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ ആ ചെറിയ കഷ്ണങ്ങൾ ഓരോ കഷ്ണത്തിലേക്ക് എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ് മോളിക്യൂൾസ് ഒന്ന് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്പർ ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് ഒരേ സമയം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്പർ ഓഫ് കൊളിഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻസ് ഇൻക്രീസസ്. സോ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ when a solid substance is cut into small pieces or when it is powdered, the surface area increases. As a result, when the surface area increases, as a result the number of effective collisions increases and the rate of chemical reaction increases. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊരു ഖരപദാർത്ഥത്തെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കൂടുന്നു. അങ്ങനെ പ്രതല പരപ്പളവ് കൂടുമ്പോൾ ഒരേ സമയം കൂടുതൽ അഭികാരക തന്മാത്രകൾക്ക് കോണ്ടാക്റ്റ് വരുവാൻ, സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഫലവത്തായ കൂട്ടിയിടികളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യും. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സർഫസ് ഏരിയ ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ്. ഖരപദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു പ്രവർത്തനമാണെങ്കിൽ ആ ഖരപദാർത്ഥങ്ങൾ അടങ്ങിയ പ്രവർത്തനത്തിൽ രാസപ്രവർത്തന വേഗതയെ കൂട്ടുവാനായിട്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുവാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിറകിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് അവിടെ എന്താണ്? കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ പ്രതല പരപ്പളവ് കൂടുകയാണ്. പ്രതല പരപ്പളവ് കൂടുന്നതുകൊണ്ട് രാസപ്രവർത്തന വേഗത കൂടുതലായിട്ട് നടക്കും. അപ്പോൾ ഖരപദാർത്ഥങ്ങൾ അടങ്ങിയ പ്രവർത്തനമാണെങ്കിൽ, ഖരപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട പ്രവർത്തനമാണെങ്കിൽ, സോളിഡ്സ് ഉൾപ്പെടുന്ന പ്രവർത്തനമാണെങ്കിൽ രാസപ്രവർത്തന വേഗത കൂട്ടാനായിട്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടിയാൽ മതി. എന്ത് ചെയ്യണം? നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയോ അല്ലെങ്കിൽ പൗഡറാക്കി മാറ്റുകയോ ചെയ്യുക. അപ്പോൾ പ്രവർത്തനം കുറച്ചുകൂടെ വേഗത്തിൽ നടന്ന് കൂടുതൽ പ്രോഡക്റ്റുകൾ അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നത്, ഒന്ന്
കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ് മോളിക്യൂൾസ്, കോൺസെൻട്രേഷൻ. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് എന്താണ്? സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ് ആണ്. ഇപ്പോൾ ഖരപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളിലാണെങ്കിൽ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും ഏതെന്ന് പറയുന്നത്? സർഫസ് ഏരിയ എന്ന് പറയുന്നത്, പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സർഫസ് ഏരിയ കൂടുന്നത് നമ്മൾ ഖരപദാർത്ഥങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ ചാൻസസ് ഓഫ് എഫക്റ്റീവ് കൊളിഷൻസ് ഇൻക്രീസസ്. കൂടുതലായിട്ട് കൊളിഷൻസ് നടക്കും, അതിൻ്റെ ഫലമായിട്ട് വേഗത്തിൽ രാസപ്രവർത്തനം നടക്കും. മനസ്സിലായല്ലോ? അപ്പോൾ 3 ഫാക്ടേഴ്സ് നമ്മൾ ആകെ പഠിച്ചായിരുന്നു. നേച്ചർ ഓഫ് ദി റിയാക്റ്റൻ്റ് പറഞ്ഞായിരുന്നു, കോൺസെൻട്രേഷൻ പഠിച്ചായിരുന്നു, നെക്സ്റ്റ് ഫാക്ടർ എന്താണ്? സർഫസ് ഏരിയ വരെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.